മഴത്തോരും മുൻപ് എന്ന സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ഒരു ബാറിൽ രോഹിത്തും ഹരിശങ്കറും കൂടി ഒരുമിച്ച് മദ്യപിക്കുവാൻ തുടങ്ങുന്ന കാഴ്ചയാണ്. ആദ്യം തണുത്ത ബിയറെത്തി. ബെയറർ തന്നെ കുപ്പി തുറന്ന് ബിയർ ഗ്ലാസുകളിലേക്ക് പകരുന്നുണ്ട്. തൊട്ടു പിന്നാലെ ആവി പറക്കുന്ന മുയലിറച്ചി ഫ്രൈ എത്തി. വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഗ്രാമ്പുവിന്റെയും കറുവയുടെയും കുരുമുളകിന്റെയും ഏലക്കയുടെയും വഴറ്റിയ സവാളയുടെയും വെന്ത മുയലിറച്ചിയുടെയും ആസ്വാദ്യകരമായ സമ്മിശ്ര ഗന്ധം വായുവിലങ്ങനെ കലരുകയാണ്. അത് കണ്ട മാത്രയിൽ തന്നെ രോഹിത്ത് ഒരു മുയലിറച്ചി കഷ്ണമെടുത്ത് ആവേശത്തോടെ വായിലേക്ക് വെച്ചു. അവന്റെ നാക്ക് പൊള്ളിയിട്ട് പെട്ടെന്ന് അവൻ പുറത്തേക്ക് ഊതി. നിനക്കെന്താടാ ഇത്ര ആർത്തി എന്ന് ഹരിശങ്കർ ചോദിക്കുമ്പോൾ, അല്ല, ഈ മുയലിറച്ചിയുടെ ആ മണവും അതിന്റെ ആ ടേസ്റ്റും അത് വല്ലാതെ അങ്ങ് കൊതിപ്പിച്ചു കളഞ്ഞു. എന്തൊരു രുചിയാണിത്. ഹരിശങ്കറിന്റെ കൂടെ ബാറിൽ കയറുമ്പോഴെല്ലാം ഇത് പതിവായി കഴിച്ച് മുയലിറച്ചി രോഹിത്തിന് നന്നായി അങ്ങ് ഇഷ്ടപ്പെട്ടു. എടാ, പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നാണ്. അത് കേട്ടിട്ട് രോഹിത്ത്, എടാ, കടങ്കഥ പറയാൻ വേണ്ടിയാണോ നീ എന്നെ ഇവിടേക്ക് വീണ്ടും വിളിച്ചു വരുത്തിയത്? അത് കേട്ടിട്ട് ഒരു നിറഞ്ഞ ഗ്ലാസ് ബിയർ എടുത്ത് ഒറ്റ വലിക്ക് ഹരിശങ്കർ അകത്താക്കി ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ചുണ്ട് തുടച്ചു. ശേഷം ഒരു സിഗരറ്റ് തീ കൊളുത്തി ചുണ്ടിലേക്ക് വെച്ചിട്ട് ചോദിക്കുകയാണ്, എടാ, നീ ഒരു ആഗ്രഹം മുൻപൊരിക്കൽ പറഞ്ഞില്ലേ? ആഗ്രഹമോ? എന്താഗ്രഹം? നീ ഇതുവരെ ഒരു പെണ്ണിനെ തൊട്ടിട്ട് പോലുമില്ലെന്ന്. എടാ, ഞാൻ തൊട്ടിട്ടൊക്കെ ഉണ്ട്, എന്നാലും അതിനപ്പുറത്തോട്ടൊന്നും നീ പോയിട്ടില്ലല്ലോ. പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അന്നൊരിക്കൽ റൂബി എൻ്റെ റൂമിൽ വന്നപ്പോൾ, അതൊന്നും നീ കൂടുതൽ പറയണ്ട. അപ്പോഴല്ലേ അലീനെ അച്ഛനെ വിളിച്ചു വരുത്തി എല്ലാം കുളമാക്കിയത്. അലീനയുടെ പേര് കേട്ടപ്പോൾ തന്നെ രോഹിത്തിന് ആകെ കുരു പൊട്ടി. രോഹിത്ത് പറയുന്നുണ്ട്, നീ അലീനയുടെ പേരെൻ്റെ മുമ്പിൽ പറയരുത്, എനിക്ക് കലി കയറും. അലീന, അവൾക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. പണിയോ? എന്തു പണി? എടാ, പകൽ സമയത്ത് അവൾ ആ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്തിനും തയ്യാറുള്ള ആമ്പിള്ളേരുണ്ട് എൻ്റെ കൂടെ. ഒരു ദിവസം ഞാൻ അവരെയും വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലും. മുൻവാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്ത് നടക്കുന്നുവെന്ന് ലോകത്തൊരു കുഞ്ഞു പോലും അറിയില്ല. എടാ, അതൊക്കെ പിന്നെ പോലീസ് കേസുമൊക്കെ ആയിട്ട് വരും. പോലീസ് കേസ് പോലീസിന്റെ അടുത്ത് പറയാൻ അവൾ ജീവിച്ചിരുന്നെങ്കിലല്ലേ ഉള്ളൂ. ഇനി അഥവാ അതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്ക് ഒരു വിഷമവുമില്ല. അത് കേട്ടുകൊണ്ട് ഹരിശങ്കർ വീണ്ടും ബിയർ എടുത്ത് ഗ്ലാസ്സിൽ പകർന്നുകൊണ്ട് പറയുകയാണ്, എടാ, നീ അത് തൽക്കാലം വിട്. ഞാൻ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാ? ഒരെണ്ണത്തിന് ഏർപ്പാടാക്കട്ടെ. നീ എന്തുവാടാ ഈ പറഞ്ഞു വരുന്നത്? ഏർപ്പാടാക്കട്ടെ എന്നോ? എന്തിനെക്കുറിച്ചാണ് നീ ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാൽ കുന്തം. എടാ, നാളെ നിനക്ക് ഞാൻ പറയുന്ന സ്ഥലം വരെ ഒന്ന് വരാൻ പറ്റുമോ? നാളെയോ? നാളെ ഉച്ച കഴിഞ്ഞ് വന്നാൽ അവിടെ നിന്നെ കാത്തൊരു പെൺകുട്ടി ഉണ്ടായിരിക്കും. അവൾ നിനക്ക് വേണ്ടി എന്തും ചെയ്യൂടാ. രോഹിത്തിന്റെ വയറ്റിൽ അത് കേട്ടപ്പോൾ തന്നെ ഒരു കൊല്ലിയാൻ മിന്നി. എവിടുത്തെ കാര്യമാണ്? എടാ, ഈ പാലായിൽ തന്നെ ഉള്ളതാണ്. +2 പഠിക്കുന്ന ഒരു കിളുന്ത് പെങ്കൊച്ചാണ്. 18 വയസ്സേ ഉള്ളൂ. അത്രയും കേട്ടപ്പോഴേക്കും രോഹിത്ത് ഒന്നുകൂടി പരവശനായി. എടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നാണ് എൻ്റെ പേടി. എന്ത് പ്രശ്നം? നീ ആദ്യം എന്നെ ഒന്ന് വിശ്വസിക്കുക. ഞാനല്ലേ അവളെ നിന്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്? ഹരിശങ്കർ അങ്ങനെ പറയുമ്പോഴും രോഹിത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത. തലച്ചോറിൽ ഒരു അപായത്തിന്റെ മണിമുഴക്കം. അരുത് അരുത് എന്നുള്ള മുന്നറിയിപ്പ്. ഹരിശങ്കർ ചോദിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട്, നീ എന്താടാ ഈ ആലോചിക്കുന്നേ? അല്ല, അവൾ സമ്മതിക്കുമോ? അവൾക്ക് എന്നെ അറിയില്ല. ഞാനും അവളും തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. എടാ, ഞാനല്ലേ നിന്നെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞാൽ എന്തും അവൾ അനുസരിക്കും. നിനക്ക് വേണ്ടിയാണ് നാളെ ഞാൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. എടാ, വല്ലവരുമൊക്കെ അറിഞ്ഞ് സംഗതി നാറ്റക്കേസായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കണ്ട. അച്ഛൻ എന്നെ കൊന്നുകളയും. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഈ അച്ഛൻ ആരാണ് മോൻ? മറ്റവളെ വെച്ചോണ്ടിരിക്കുന്ന ആളല്ലേ? അതും പരസ്യമായിട്ട്, യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ. അയാൾ അറിയട്ടെ മകനും പ്രായപൂർത്തിയായെന്ന്. ഇതൊന്നും അയാൾക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല എന്ന് അയാൾ മനസ്സിലാക്കട്ടെ. ഇനി അഥവാ നാറ്റക്കേസായാൽ അയാൾ അതിൽ കൂടി ഒരു പാഠവും പഠിക്കും. ഹരിശങ്കറിന്റെ ആ വാക്കുകളിൽ ബാലചന്ദ്രമേനോനോടുള്ള പക അങ്ങനെ എരിയുകയാണ്. ആ പെണ്ണ് പിന്നീട് പീഡനമെന്നൊക്കെ പറഞ്ഞ് പോലീസിൽ പോയാൽ കൊടുങ്ങില്ലേടാ. കൊള്ളാം. അതിനുള്ള മറുമരുന്ന് കണ്ടിട്ടാടാ നമ്മൾ ഇതിനൊക്കെ പുറപ്പെടുന്നത്. മറുമരുന്നോ? എന്തു മറുമരുന്ന്? എടാ, അവളുടെ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ നമ്മൾ അങ്ങ് എടുത്തു വെക്കും. വേണ്ടി വന്നാൽ നമ്മൾ അത് വെച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. എടാ, വീഡിയോ എടുക്കണമെങ്കിൽ അതിന് വേറെ ആൾ വേണ്ടേ? അതിനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏർപ്പാടാക്കും. ഇത്രയും കേട്ടപ്പോഴേക്കും രോഹിത്തിന് ആകാംക്ഷ കൂടിക്കൂടി വരികയാണ്. രോഹിത് ചോദിക്കുകയാണ്, അങ്ങനെ വീഡിയോ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുവാൻ വേണ്ടി നീ ആരെങ്കിലും ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടോ? തൽക്കാലം അതേപ്പറ്റി ഒന്നും നീ ഇപ്പോൾ അറിയണ്ട. എടാ, ഇത് അവളും കൂടി സമ്മതിച്ചിട്ടാണോ? രോഹിത്തിന്റെ സംശയം തീരുന്നില്ല. പിന്നല്ലാതെ. എടാ, പുളിങ്കുരുവല്ല, നല്ല ഒന്നാം തരം കറൻസിയാ നമ്മൾ അവൾക്ക് എണ്ണിക്കൊടുക്കാൻ പോകുന്നത്. അത് നിസ്സാരമല്ല, 10,000 രൂപയാണ്. ആര് കൊടുക്കും? എടാ, നീ അതൊന്നും അറിയണ്ട, ഞാൻ എല്ലാം ഏർപ്പാടാക്കിക്കൊള്ളാം. അല്ല, ഈ എവിടെയാണ് ഈ സ്ഥലമെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ജസ്റ്റിൻ അങ്കിളുടെ വീടിനെ കുറിച്ച്. നാളെ ഉച്ച തിരിഞ്ഞ് നീ നേരെ അന്തിനാട്ട് എത്തുക. അന്തിനാട്ട് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് റോഡുണ്ട്.
ആ വഴി 2 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ വീണ്ടും ഇടത്തോട്ട് ഒരു റോഡ്. റോഡിന്റെ ഇരുവശത്തും റബ്ബർ തോട്ടമാണ്. റോഡ് ചെന്ന് അവസാനിക്കുന്നത് ജസ്റ്റിൻ അങ്കിളിന്റെ വീടിന്റെ മുറ്റത്താണ്. അവിടെ ആൾതാമസമില്ല. വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്ത് ഒരൊറ്റ വീട് പോലുമില്ല. ചുറ്റും റബ്ബർ തോട്ടമാണ്. ഞങ്ങളിതുപോലെ എത്ര തവണ അവിടെ കൂടിയിരിക്കുന്നു, എത്ര പിള്ളേരെയും കൊണ്ട്. അത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് കളിയല്ല എന്നുള്ള കാര്യം രോഹിത്തിന് മനസ്സിലായി. റബ്ബർ തോട്ടം, ആളില്ലാത്ത വീട്, ഹരിശങ്കർ കൊണ്ടുവരുന്ന പെൺകുട്ടി, ക്യാമറകളും മറ്റുമായി ഹരിയുടെ കൂട്ടുകാർ. എന്തൊക്കെയായിരിക്കും നടക്കുവാൻ പോകുന്നത്? പേടിയും ഉദ്വേഗവും കലർന്ന ഒരു കുളിര് അവന്റെ സിരകളിലേക്ക് വ്യാപിച്ചു. രോഹിത്തിന്റെ അസ്വസ്ഥതയും മൗനവും കണ്ടുകൊണ്ട് ഹരിശങ്കർ വീണ്ടും ചോദിക്കുകയാണ്, എന്താടാ നീ എന്തു പറയുന്നു? ഞാൻ എനിക്കൊന്നുകൂടി ഒന്ന് ആലോചിക്കണോടാ, പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റില്ല. ഹരിശങ്കറിന് ഇത് കേട്ടിട്ട് ദേഷ്യം വന്നു. നീ ആലോചിച്ചിട്ട് വരുമ്പോഴേക്കും ആട് കിടക്കുന്നിടത്തൊരു പൂട പോലും കാണില്ല. എടാ, അത് നാളെ രാവിലെ ഞാൻ പറഞ്ഞാൽ പോരെ? ശരി, നാളെ രാവിലെ പറഞ്ഞാൽ മതി. പക്ഷേ നാളെ രാവിലെ തന്നെ പറയണം, വാക്കുമാറരുത്. ഓക്കെ, തീർച്ചയായിട്ടും പറയാം. രോഹിത്തിന് അല്പം സമാധാനമായി. നാളെ രാവിലെ വരെ സ്വസ്ഥതയുണ്ടല്ലോ. പതിവിന് വിപരീതമായി അവൻ ഒരു കുപ്പി ബിയർ കൂടി അങ്ങടിച്ചു. ബാറിൽ നിന്നും തിരിച്ചിറങ്ങുന്ന സമയത്ത് ഹരിശങ്കർ പറയുന്നുണ്ട് രോഹിത്തിനോട്, എടാ നീ ആടുന്നുണ്ടല്ലോ, തലയ്ക്ക് പിടിച്ചു എന്നാ തോന്നുന്നത്, സൂക്ഷിച്ചു പോണം കേട്ടോ. പോലീസ് പിടിക്കാതെ നോക്കിക്കൊള്ളണം. അവർ പിടിച്ചാൽ 1000 രൂപ പിഴയാണ്. അതൊന്നും സാരമില്ല, ഞാൻ നോക്കിക്കൊള്ളാം. രോഹിത്ത് ബൈക്ക് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി. അവൻ വീട്ടുമുറ്റത്തെത്തുമ്പോൾ രാത്രി 8 മണിയായി. ബാലചന്ദ്രമേനോൻ കടയിൽ നിന്നും തിരിച്ചെത്തിയിരുന്നില്ല. അലീന ഊണുമുറിയിൽ നിൽക്കുമ്പോൾ രോഹിത്ത് ചുറ്റുവരാന്തയിലൂടെ കോണിപ്പടി ചവിട്ടി മുകളിലേക്ക് നടന്നു വരുന്നത് കണ്ടു. അവന്റെ കാലുകൾ ഇടറുന്നത് അവൾ തിരിച്ചറിഞ്ഞു. അലീന പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്, ദൈവമേ, ഇവൻ കുടിച്ചിട്ടുണ്ടോ ഇത്ര ഇളം പ്രായത്തിൽ? അവൻ സ്റ്റെപ്പ് കയറുന്നത് കണ്ടതോടുകൂടി അവൾക്ക് ഉറപ്പായി. രോഹിത്ത് മുറിയിൽ കയറി വാതിലടച്ചു. അത്താഴം വിളമ്പി വെച്ചിട്ട് അലീന രോഹിത്തിനെ വിളിക്കാൻ കൃഷ്ണജയെ പറഞ്ഞയച്ചു. കൃഷ്ണജയ എന്ന് വാതിൽ തട്ടി. രോഹിത്ത് അകത്ത് നിന്ന് കൊറ്റിയിട്ടിരിക്കുകയായിരുന്നു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് മുട്ടുന്നത് കേട്ടുകൊണ്ട് രോഹിത്ത് മെല്ലെ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. എന്നിട്ട് കൃഷ്ണജിയോട് തട്ടി കയറുകയാ. എന്താടി, നീ വാതിൽ പൊളിക്കാൻ വേണ്ടിയാണോ വന്നത്? അല്ല, ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ വിളിക്കാൻ വന്നതാണ്. ഓ അത് ശരി. എന്നാലേ എനിക്ക് വേണ്ട, നീ ഒന്ന് പോയേ. അവൻ വാതിൽ വീണ്ടും പിടിച്ചടച്ചു. കൃഷ്ണജ താഴേക്ക് എന്ന് അലീനയോട് പറഞ്ഞു. അതെ, അവിടേക്ക് ചെന്നപ്പോൾ നല്ല കള്ളിന്റെ മണം. രോഹിത്തേട്ടന് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് വാതിൽ വലിച്ചടയ്ക്കുകയും ചെയ്തു. അപ്പോൾ അലീന, നിനക്ക് തോന്നിയതായിരിക്കും കള്ളിന്റെ മണമെന്നൊക്കെ. പിന്നെ തോന്നല്, എനിക്ക് കള്ളിന്റെ നാറ്റമടിച്ചാൽ അറിഞ്ഞുകൂടെ ചേച്ചി? അതുകൊണ്ട് തന്നെയായിരിക്കും അത്താഴം വേണ്ടെന്ന് പറഞ്ഞത്. പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി തിന്ന് കള്ളും കുടിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കേട്ടിട്ട് അലീന ഒന്നും മിണ്ടാതെ മൗനമായി നിന്നു. രാത്രി 9:30 ബാലചന്ദ്രമേനോൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ അലീന ചോദിച്ചു, അച്ഛനെന്താണ് ഇത്രയും വൈകുന്നത്? ഹോസ്പിറ്റലിലൊന്ന് തല കാണിക്കണ്ടേ മോളെ? ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ കടമയല്ലേ അതൊക്കെ? അത് ശരിയാണ്, പക്ഷേ അച്ഛൻ ഉദ്യോഗസ്ഥന്റെ കടമ ബാക്കി ഇവിടെ കിടപ്പുണ്ട്. അലീനയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോന്റെ പുരികമൊന്ന് ചുളിഞ്ഞു. അലീനയുടെ മുഖത്തും ഗൗരവമുണ്ട്. എന്തുപറ്റി? എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അച്ഛൻ ഇന്നും വൈകുന്നേരം 5 മണിക്ക് ഇവിടെ വന്നിട്ട് പോകണം. മക്കളെല്ലാം സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടോ? എത്താത്തവരുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഒന്ന് അറിയണം. ബാലചന്ദ്രമേനോന് കാര്യം മനസ്സിലായി. ആരാ വൈകി വന്നത്? രോഹിത്ത്. എപ്പോഴാണ് എത്തിയത്? 8 മണിയായി. അത് ശരി. ഞാൻ ചോദിക്കാം. കഴിഞ്ഞതിനെപ്പറ്റി ചോദിച്ചിട്ട് എന്താണ് കാര്യം അച്ഛാ? ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയല്ലേ വേണ്ടത്? ശരി. ബാലചന്ദ്രമേനോൻ അത് പറഞ്ഞ് ഒന്ന് മെല്ലെ തലയാട്ടി. രോഹിത്തിന് സുഖനിദ്രയില്ലാത്ത രാത്രിയായിരുന്നു അത്. അവൻ പല ദുസ്വപ്നങ്ങൾ കണ്ട് ഇടയ്ക്കിടെ ഞെട്ടിയുണർന്നു. തുടർന്നവൻ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയാണ്. മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അവൻ അതെടുത്ത് കാതോട് ചേർത്തു. ഹലോ, ഹരിയാടാ വിളിക്കുന്നത്. എന്താ ഹരി, ഈ രാത്രിയിൽ? രാത്രിയോ? എടാ, നേരം വെളുത്ത് 7 മണിയായി. നിനക്കെന്താ സ്ഥലകാലബോധമൊന്നുമില്ലേ? രോഹിത്ത് പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന വാച്ച് എടുത്ത് നോക്കി. ശരിയാണ്, 7 മണിയായിട്ടുണ്ട്. ജനാല കർട്ടന്റെ വിടവിൽ കൂടി പകൽ വെളിച്ചം മെല്ലെ അകത്തേക്ക് വരുന്നു. എടാ, ഞാൻ ഉറക്കമായിരുന്നു. കൊള്ളാം, നിനക്ക് ഉറങ്ങാലോ. എടാ, ഇന്നലെ പറഞ്ഞ മറ്റേ കാര്യം എങ്ങനെയാണ്? രോഹിത്ത് മെല്ലെ നഖം കടിച്ചുകൊണ്ട് പറയുകയാണ്. രാത്രിയിൽ അതേപ്പറ്റി ഞാൻ പലതവണ ആലോചിച്ചു, പക്ഷെ ഒരു ഉത്തരം എനിക്കങ്ങോട്ട് കിട്ടുന്നില്ല. എടാ, എന്തെങ്കിലും ഒന്ന് പറ, എനിക്ക് അവളോട് പറയണ്ടേ? എടാ, എനിക്ക് ആകെപ്പാടെ ഒരു അസ്വസ്ഥത. നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയാലോ? അടുത്ത ആഴ്ചത്തേക്കോ? അത് നിന്റെ അച്ഛനോട് പോയി പറഞ്ഞാൽ മതി. ഞാനെന്താ ഇതിന്റെ ഏജന്റാണോ? തോന്നുമ്പോൾ പെണ്ണു കൂട്ടി തരുന്ന പരിപാടിയൊന്നും എനിക്കില്ല. എടാ, എനിക്കൊരു മൂഡില്ല ഹരി. എന്നെ അങ്ങ് ഒഴിവാക്കിയാലോ? എടാ, നിനക്ക് നട്ടല്ലുണ്ടോടാ പട്ടി? നീ എന്തിനാ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഭീരു. രോഹിത്തിന് മുഖത്തടിയേറ്റതുപോലെയായിരുന്നു ആ ശബ്ദം. അവൻ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് മൗനമായിരിക്കുകയാണ്. മറുവശത്തും ശബ്ദമില്ല. അല്പനിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും രോഹിത്ത് മെല്ലെ വിളിക്കുക. എടാ ഹരി, എടാ, നിനക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ഏർപ്പാടാക്കിയത്. ഇനി ഞാൻ എന്തു വേണം നീ പറ. എടാ, ഞാൻ വരാം. അത് കേട്ടാൽ മതി. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ,
ഒരു മണിയാകുമ്പോൾ അന്തിനാട് ജംഗ്ഷനിലെത്തണം. ബാക്കിയൊക്കെ ഞാൻ പറയാൻ പുറകെ. പിന്നെ ഫോണൊന്ന് ഓഫ് ചെയ്തേക്കരുത് കേട്ടോ. ആ ശരിയടാ, ഇല്ല, ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഹരി ലൈൻ കട്ട് ചെയ്തു. തന്റെ പിടി വിട്ടുപോയി എന്ന് രോഹിത്തിന് തോന്നി. കാര്യങ്ങൾ നിയന്ത്രണാതീതമായി തീർന്നിരിക്കുന്നു. ഒഴുക്കിനൊത്ത് പൊങ്ങുതടി പോലെ ഒഴുകിപ്പോകുന്നത് പോലെ. എവിടെയായിരിക്കും ചെന്നടിയാൻ പോവുക? വീണ്ടും തലച്ചോറിൽ അപായത്തിന്റെ മണി മുഴങ്ങുവാൻ തുടങ്ങി. തുടർന്ന് കാണുന്നത് രോഹിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ വേണ്ടി ഊണുമുറിയിലെത്തുന്ന കാഴ്ചയാണ്. സാധാരണ അല്പം കൂടി വൈകി മാത്രം കഴിക്കാറുള്ള ബാലചന്ദ്ര മേനോനും ആ സമയത്ത് തന്നെ ഭക്ഷണത്തിനിരുന്നു. അലീന രണ്ടുപേർക്കും ആഹാരം വിളമ്പി. കൃഷ്ണജയും ബബിതയും ഇതിനകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എഴുന്നേറ്റു. ബാലചന്ദ്ര മേനോൻ രോഹിത്തിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറയുകയാണ്, ഇന്ന് നീ കോളേജിൽ പോകണ്ട. ഇത് കേട്ടിട്ട് രോഹിത് ഒന്ന് അമ്പരന്നു. യോ, ഇന്നത്തെ പദ്ധതി എന്തെങ്കിലും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവുമോ? അവൻ സംശയത്തോടെ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഇന്ന് ഉച്ചയ്ക്കാണ് ക്ലാസ് കട്ട് ചെയ്ത് ജസ്റ്റിസ് അങ്കിളിൻ്റെ ആളൊഴിഞ്ഞ വീട്ടിലെത്തേണ്ടത്. ഹരിശങ്കർ തനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. അവനോടൊപ്പം 18-കാരിയും സുന്ദരിയുമായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരിക്കും. പിന്നെ ക്യാമറയും ട്രൈപ്പോഡുമൊക്കെയായി ഹരിയുടെ 1-2 കൂട്ടുകാരും. ഇന്നലെ ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത ഭയം തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഭയമൊന്നുമില്ല. കാരണം എന്തു വന്നാലും ഹരി കൂട്ടിനുണ്ട് എന്നുള്ളൊരു ചിന്ത. ഹരിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുത്തരിയല്ല. എന്തിനും നല്ല ചങ്കൂറ്റമാണ്. അവൻ വിളിക്കുന്നിടത്ത് പെൺകുട്ടികൾ ചെല്ലുകയും ചെയ്യും. തനിക്കും അവനെ പോലെ ധൈര്യവും പെൺകുട്ടികളെ ആകർഷിക്കുവാനുള്ള കഴിവുമുണ്ടായിരുന്നുവെങ്കിലെന്ന് രോഹിത് ആഗ്രഹിച്ചു. അപ്പോൾ വീണ്ടും ബാലചന്ദ്ര മേനോന്റെ ശബ്ദം ഉയർന്നു കേൾക്കുകയാണ്. ഡാ, നിന്നോട് ഞാൻ പറഞ്ഞതുവല്ലോ, നീ കേട്ടോ? അല്ലച്ചാ, ഇന്നെന്താണ് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞത്? ഇന്ന് ചിലപ്പോൾ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തേക്കും. ആംബുലൻസിൽ വേണം ഇവിടേക്ക് കൊണ്ടുവരാൻ. 2 കാലിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് കൊണ്ട് കാല് മടക്കാനൊന്നും പറ്റില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടിയിലോട്ട് പിടിച്ചു കയറ്റുവാനും ഇവിടെ വരുമ്പോൾ താങ്ങി എടുത്തു കൊണ്ടുപോയി അകത്ത് കിടത്താനുമൊക്കെ 1-2 പേർ പോരാ. എനിക്കധികം ഭാരം താങ്ങാനൊന്നും പറ്റില്ല. പിന്നെയുള്ളത് അലീനയാണ്. അവൾ തനിച്ച് എന്ത് ചെയ്യാനാണ്? ഇത്രയും കേട്ടപ്പോഴേക്കും പണി പാളി എന്ന് മനസ്സിലായ രോഹിത്, അച്ഛാ, എനിക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട പോർഷൻസാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാൽ അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസത്തെ ക്ലാസ്സൊക്കെ അങ്ങ് പോട്ടടാ. അതിൻ്റെ പേരിൽ നീ തോറ്റുപോയാൽ ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം. അച്ഛാ, ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. നിനക്ക് നിന്റെ അമ്മയാണോ വലുത്, അതോ ഒരു ദിവസത്തെ ക്ലാസ് ആണോ? ബാലചന്ദ്ര മേനോൻ ഇടയാനുള്ള ഭാവമാണെന്ന് രോഹിത്തിന് മനസ്സിലായി. ഇനി തർക്കിച്ചിട്ട് കാര്യമില്ല. അവന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ട് രോഹിത് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ബാലചന്ദ്ര മേനോനും ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു. അയാൾ ഉടൻ തന്നെ ഡ്രസ്സ് മാറി രോഹിത്തിനെയും വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. വൈജയന്തിയെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് ബാലചന്ദ്ര മേനോൻ സംസാരിച്ചു. ഇന്ന് വേണമെങ്കിൽ വൈജയെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ ദല പറഞ്ഞത്. ആ, ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ട്സിന് വരുന്നുണ്ട്. ഒരു ഫൈനൽ ചെക്കപ്പ് കൂടി നടത്തിയിട്ട് ഡിസ്ചാർജ് എഴുതാം. അതുപോരെ? മതി ഡോക്ടർ, ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്ന് രോഹിത്തിനെയും കൂട്ടി അയാൾ വൈജയുടെ മുറിയിലേക്ക് എത്തി. TV ഓൺ ചെയ്തു വെച്ച് പ്രോഗ്രാം കണ്ടുകൊണ്ട് ചരിഞ്ഞു കിടക്കുകയാണ് വൈജയന്തി. അരികെ ഹോം നേഴ്സ് ഇരിപ്പുണ്ട്. ബാലചന്ദ്ര മേനോനെ കണ്ടുകൊണ്ട് ഹോം നേഴ്സ് അവിടുന്ന് ചാടി എഴുന്നേറ്റു. ബാലചന്ദ്രൻ വൈജയുടെ ബെഡിനരികിലേക്ക് ചെന്നു. TV-യിൽ നിന്ന് കണ്ണെടുത്ത് വൈജ അയാളെ നോക്കി. നിന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് വൈജയന്തി, ഉവ്വോ, പക്ഷേ എന്നോടങ്ങനെ പറഞ്ഞില്ലല്ലോ. വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ടതേ ഉള്ളൂ. ഓ, അത് ശരി. എന്ന് വെച്ചാൽ നീ എന്താണ് ഉദ്ദേശിച്ചത്? ഡിസ്ചാർജ് ആകണോ വേണ്ടയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ആ ശരി, നിന്റെ തീരുമാനം എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ എങ്ങോട്ട് പോകും? എവിടെ താമസിക്കും? അതിന് നിങ്ങളുടെ ഉത്തരം പറ. അപ്പോൾ ബാലചന്ദ്രൻ, നിനക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഒരു വീടുമുണ്ട്. അവിടെ താമസിക്കണം അവരുടെ കൂടെ. പാസ്റ്റ് ടെൻസിൽ പറ. ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇപ്പോഴില്ല. ഭർത്താവിനെ ഒരു തേപിടിശി കൈവശപ്പെടുത്തി. വീട് ഒരു ചിന്ന വീടാക്കി. എൻ്റെ മക്കൾ അവിടെ അവകാശവും അധികാരവും ശബ്ദവും ഒന്നുമില്ലാത്ത വെറും അഭയാർത്ഥികൾ മാത്രമായിട്ട് ജീവിക്കുകയാണ്. അങ്ങോട്ട് എൻ്റെ പട്ടി പോലും വരില്ല. വൈജയ്, നീ കണ്ണടച്ചിരുട്ടാക്കിയാൽ ലോകത്ത് മുഴുവൻ ഇരുട്ട് വരുമെന്ന നിന്റെ ധാരണ അതാദ്യം അങ്ങ് മാറ്റ്. നിന്റെ കണ്ണിൽ മാത്രമേ ഇരുട്ട് വരൂ. നീ അസംബന്ധം പറയുമ്പോൾ നിന്റെ മനസ്സും നിന്റെ നാവും മാത്രമേ മലിനമാവൂ. എനിക്കോ അലീനയ്ക്കോ ഒരു കോട്ടവും വരില്ല. അവൾക്കൊരു കോട്ടവും വരരുത്. ഭാര്യയും മക്കളും ഇല്ലാതെയായാലും ശരി, നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. എടി, ഞാൻ നിന്നോട് വാദിച്ച് ജയിക്കാനൊന്നും വന്നതല്ല. നിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. അതുകൊണ്ടാണ് രോഹിത്തിനെ പോലും കോളേജിൽ വിടാതിരുന്നത്. അത് ശരി. ഞാൻ ആ വീട്ടിൽ കാല് കുത്തുന്നെങ്കിൽ അതിന് ഒരു ദിവസം മുൻപേ അവളെ ആട്ടിപ്പുറത്താക്കി ആ വീട്ടിലും മുറ്റത്തും ചാണകവെള്ളം തളിക്കണം. ഞാൻ എന്തിനു വേണ്ടിയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവളുടെ നിഴൽ വീഴുന്നിടത്ത് പോലും ഒരു നിമിഷം നിൽക്കില്ലെന്ന് ശപഥം ചെയ്തിട്ടുണ്ട് ഞാൻ. വൈജയന്തി മരിച്ചാലും അതിന് മാറ്റമില്ല. അവളെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾ വന്ന് വിളിക്കേ, ഞാൻ അപ്പോൾ വരാം. ആഹാ,
അങ്ങനെ അവളെ ഞാൻ പറഞ്ഞയച്ചാൽ ഞങ്ങൾ ഇതുവരെ നടത്തിയ അവിഹിത ബന്ധം മുഴുവൻ നീ അങ്ങ് ക്ഷമിച്ചു കളയും അല്ലേ? ആ, തീർച്ചയായും ഞാൻ അതിനും തയ്യാറാണ്. പെട്ടെന്ന് ബാലചന്ദ്രൻ ദേഷ്യം കൊണ്ട് ശബ്ദം അങ്ങ് ഉയർത്തുകയാണ്. എടി വൃത്തികെട്ടവളെ, നിനക്ക് നിന്നെയെങ്കിലും വിശ്വാസമുണ്ടോടി? തൊട്ടടുത്ത നിമിഷം തന്നെ അയാൾക്ക് ജനാലയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഹോം നേഴ്സിന്റെയും വാതിൽക്കൽ നിൽക്കുന്ന രോഹിത്തിന്റെയും സാന്നിധ്യം ഓർമ്മ വന്നു. അതുകൊണ്ട് സ്വയം അങ്ങ് നിയന്ത്രിച്ചു. എന്നിട്ട് വീണ്ടും ശബ്ദം താഴ്ത്തി ചോദിക്കുകയാണ്, അല്ല, വീട്ടിലേക്ക് വരാതെ നീ എന്തു ചെയ്യാൻ പോകുന്നു? രോഗി സുഖപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറും അവരെ ഇവിടെ കിടക്കാൻ അനുവദിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ 3000 രൂപ ദിവസേന വാടക കൊടുക്കുന്ന AC റൂമിൽ ഒരു ഹോം നേഴ്സിന് കൂടി ശമ്പളവും ചെലവിനും കൊടുത്ത് എത്ര നാളിങ്ങനെ ജീവിക്കും? ആരതിൻ്റെ ബില്ല് കൊടുക്കും? ഞാൻ കൊടുക്കും. അതിനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടാക്കാനും എനിക്കറിയാം. എൻ്റെ 2 കാലിലെയും പ്ലാസ്റ്റർ മുറിച്ച് എനിക്ക് നടക്കാനാകുന്ന സമയം വരെ ഞാൻ ഈ മുറിയിൽ തന്നെ കഴിയും. ആ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്തു വേണമെന്ന് ഡോക്ടർ വന്ന് നോക്കിയിട്ട് നിശ്ചയിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ ഇടനാഴിയിലേക്ക് ഇറങ്ങി ഡോക്ടറെ കാത്തുനിന്നു. റൗണ്ട്സ് നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടർ കുറച്ചു കഴിഞ്ഞപ്പോൾ എത്തി. അയാൾ മുറിയിൽ കയറി വൈജയന്തിയെ പരിശോധിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ഡിസ്ചാർജ് ചെയ്യട്ടെ? അപ്പോൾ വൈജയന്തി, ഡോക്ടർ, ഇന്നലെ രാത്രി മുതൽ എൻ്റെ നട്ടലിൻ്റെ ഇടുപ്പിൻ്റെ ഭാഗത്ത് ഭയങ്കര പെയിനുണ്ട്. വേദന കാരണം ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. രാത്രിയിൽ കടുത്ത ശ്വാസം മുട്ടലുമുണ്ടായിരുന്നു. ശ്വാസം എടുക്കുമ്പോൾ റിബ്സ് വല്ലാതെ കുത്തി വേദനിക്കുന്നത് പോലെ. ഈ സ്ഥിതിയിൽ ഞാൻ വീട്ടിലേക്ക് പോയാൽ നാളെ തന്നെ തിരിച്ചു പോരേണ്ടി വരും. ഇത് കേട്ടുകൊണ്ട് ഡോക്ടർ, അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് വേണ്ടല്ലേ? ഒരു ചെക്കപ്പ് കൂടി നടത്തിയിട്ട് മതി ഡോക്ടർ. ഇവിടെ ആകുമ്പോൾ എനിക്ക് കുറെ കൂടി സേഫ്റ്റി ഫീലിംഗ് കിട്ടും. നിങ്ങളുടെ ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ പോകാമെന്ന്. മെഡിസിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വൈജയന്തി, നട്ടലിൻ്റെയും റിബ്സിൻ്റെയും പ്രോബ്ലം എന്താണെന്ന് ഒന്നുകൂടി ഡയഗ്നോസിസ് ചെയ്ത് നോക്കിയിട്ട് മതി ഡോക്ടർ. ആ, ഓക്കെ. ഡോക്ടർ വീണ്ടും ആ കേസ് ഷീറ്റ് എടുത്ത് എന്തൊക്കെയോ അതിൽ കുത്തിക്കുറച്ചു. നേഴ്സിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ട് പുറത്തേക്കിറങ്ങി. വരാന്തയിൽ കാത്തുനിന്ന ബാലചന്ദ്രമേനോനോട് ഡോക്ടർ പറഞ്ഞു, വൈഫിന് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. സ്പൈനിലും റിബ്സിലുമൊക്കെ വേദനയും പ്രശ്നവുമുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാനൊരു ടെസ്റ്റും സ്കാനും കൂടി എഴുതിയിട്ടുണ്ട്. തൽക്കാലം ഡിസ്ചാർജ് വേണ്ട. ഇത് കേട്ട് ബാലചന്ദ്രമേനോൻ അന്തം വിട്ടുപോയി. എന്നിട്ട് ചോദിക്കുകയാണ്, ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് വേണമെങ്കിൽ ഡിസ്ചാർജ് എഴുതിയേക്കാമെന്ന്? അപ്പോഴീ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ? ഇന്നലെ രാത്രിയിൽ തീരെ ഉറങ്ങിയില്ലെന്നാണ് വൈജയന്തി പറഞ്ഞത്. നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. ധൃതിയൊന്നും ഇല്ലല്ലോ മിസ്റ്റർ മേനോന്? ഏയ്, എനിക്ക് ധൃതിയൊന്നുമില്ല. പൂർണ്ണ സുഖമായി എന്ന് പേഷ്യന്റ് പറഞ്ഞിട്ട് മാത്രം ഡിസ്ചാർജ് എഴുതിയാൽ മതി. പേഷ്യന്റിന്റെ തൃപ്തിയാണ് ഡോക്ടർ എന്റെയും പ്രധാനം. ഇറ്റ്സ് ഓക്കെ. ഡോക്ടർ സ്റ്റെപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് തന്റെ റൂമിലേക്ക് നടന്നുപോയി. അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്നില്ല എന്ന് കേട്ടപ്പോൾ രോഹിത്തിന് ഒരുമാതിരി നല്ല ശ്വാസം വീണു. ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാം മുടങ്ങിയില്ലല്ലോ. അച്ഛാ, ഞാൻ എന്നാൽ കോളേജിൽ പോയിക്കോട്ടെ? നീ എങ്ങനെ പോകും? ഞാൻ നിന്നെ കൊണ്ടുവിടാം. നീ ബൈക്ക് എടുത്തില്ലല്ലോ. ഇല്ല, അത് സാരമില്ല. ഞാൻ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി ബൈക്ക് എടുത്തോളാം. അച്ഛൻ വെറുതെ അതിനുവേണ്ടി മെനക്കെടേണ്ട. ഞാൻ പോവാ. ഇത് പറഞ്ഞിട്ട് രോഹിത് മുൻപോട്ട് നടന്നു. ബാലചന്ദ്രമേനോൻ സംശയത്തോടൊരു നിമിഷം ആ പോക്ക് നോക്കി നിന്നു. അയാളുടെ മനസ്സിൽ പല ചിന്തകൾ കടന്നുകൂടുവാൻ തുടങ്ങി. കോളേജിൽ പോകുവാനുള്ള ഉത്സാഹം തന്നെയാണോ അത്? ഒരു ക്ലാസ് പോലും മിസ്സാകാതെ, ഒരു പാഠഭാഗം പോലും വിട്ടുപോകാതെ പഠിക്കാനുള്ള ജാഗ്രത. തുടർന്ന് ബാലചന്ദ്രൻ മുറിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. വൈജയന്തി വിജയശ്രീലാളിതയെ പോലെ അയാളുടെ നേർക്ക് നോക്കി മന്ദഹസിച്ചു. അത് കണ്ടിട്ട് ബാലചന്ദ്രമേനോൻ, കൊള്ളാം, അസലായി. ഉടൻ തന്നെ വളരെ പുച്ഛത്തോടെ വൈജയന്തി, നിങ്ങളെപ്പോലൊരു മന്ദബുദ്ധിയല്ല ഞാൻ. നെടുമ്പുരക്കലെ ചെറ്റക്കുടിലല്ല വൈജയന്തി ജനിച്ചത്. വല്ലവന്റെയും ആജ്ഞയ്ക്ക് കാതോർത്ത് ഓച്ചാനിച്ചു നിൽക്കുന്നവനായിരുന്നില്ല എൻ്റെ അച്ഛൻ. എൻ്റെ അമ്മ കൊള്ളാവുന്ന തറവാടുകളിൽ എച്ചിലെടുക്കുവാനും പാത്രം കഴുകുവാനും നിന്നിട്ടുമില്ല. നല്ല ഒന്നാന്തരം മാളിക വീട്ടിലായിരുന്നു വൈജയന്തിയുടെ ജന്മം. നാടുവാഴുന്ന തമ്പുരാക്കന്മാരായിരുന്നു കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടുകാർ. രാജാവിനെ പോലെ ജീവിച്ചൊരച്ഛൻ്റെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. വൈജയന്തി പകയോടെ കിതപ്പോടെ തെല്ലൊന്ന് നിർത്തി ബാലചന്ദ്രനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. വൈജയന്തി എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ ശബ്ദതാരാവലി എടുത്ത് ഒന്ന് മറിച്ചു നോക്ക്. അത്രയും കേട്ടപ്പോൾ ബാലചന്ദ്രമേനോൻ, എനിക്കതിന് ശബ്ദതാരാവലി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ വാക്കിന്റെ അർത്ഥം. എലിയെ തോൽപ്പിച്ച് ഇല്ലം ചൂടുന്നവൾ. അർത്ഥം മാത്രമല്ല, പര്യായങ്ങൾ കാണാപ്പാടമാണ്. അഹന്തയുടെ ആൾരൂപം, സ്വാർത്ഥതയുടെ അവതാരം, കാപട്യത്തിന്റെ പ്രതിച്ഛായ, എല്ലാം കൂടി ചേർത്തുള്ള സർവനാമം കുടല. ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ തിരിഞ്ഞു നടന്നു. ഈ സമയത്ത് വൈജയന്തി വൈരാഗ്യത്തോടെ പിൻപിൽ കടപ്പല്ല് ഞെരിക്കുന്ന ഒച്ച അയാൾക്ക് കേൾക്കാമായിരുന്നു. എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുവാൻ സാധ്യതയുള്ളത്? രോഹിത് വീട്ടിലേക്ക് ഓട്ടോറിക്ഷ പിടിച്ചു പോയിട്ടുണ്ട്. ഹരിശങ്കർ വെച്ച കെണിയിൽ അവൻ പോയി വീഴുമോ? വിജയശ്രീലാളിതയായി എന്നുള്ള ഭാവത്തിൽ അഹങ്കാരത്തിന്റെ ആൾരൂപമായ വൈജയന്തി ഹോസ്പിറ്റലിൽ അങ്ങനെ മലർന്നു കിടക്കുകയാണ്.
മഴത്തോരും മുൻപേ സീരിയലിൽ എന്തൊക്കെയായിരിക്കും വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അറിയുവാൻ വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. ഈ സീരിയലിൽ വരുവാൻ പോകുന്ന ഭാഗങ്ങൾ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.